ഒരു നിമിഷം, ഈ പറയുന്ന ഇതേ നടപടി എന്തുകൊണ്ടാണ് ഈ ടോംസ് കോളേജിന്റെ കാര്യത്തിൽ ഇത്ര ശക്തമായി ഉയർന്നു വരാത്തത്? എന്തുകൊണ്ടാണ് ഈ പാമ്പാടി കോളേജിന്റെ കാര്യത്തിൽ ഇത്ര ശക്തമായി ഉയർന്നു വരാത്തത്? എന്തുകൊണ്ടാണ് ഒരു ലക്ഷ്മി നായരിലേക്ക് മാത്രമായി എല്ലാ ഉത്തരവാദിത്വവും ഇവിടുത്തെ ഒരു വിഷയത്തിൽ ചുരുങ്ങുന്നത്? പാമ്പാടി കോളേജിന്റെയും ടോംസിന്റെ കാര്യത്തിൽ നടക്കുന്നില്ലല്ലോ. ആ കോളേജുകളെ സംബന്ധിച്ച് മാനേജ്മെന്റിനെതിരായിട്ടാണ് സമരം. മാനേജ്മെന്റാണ് അതിൽ പ്രതി. ഇവിടെ പ്രിൻസിപ്പളാണ് മാനേജ്മെന്റ്. എല്ലാം സർവ്വ ഉഗ്രപ്രതാപിയായി നിൽക്കുന്നത് പ്രിൻസിപ്പൽ മാത്രമാണ്. ഒരു വ്യക്തി അധിഷ്ഠിതമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അവിടെ ശരി, സമ്മതിച്ചു. പക്ഷെ ഒരിടത്ത് ഞാൻ ചൂണ്ടിക്കാട്ടിയ ഒരു കോളേജിൽ അങ്ങേക്കറിയുന്ന പോലെ 3 ദുരൂഹ മരണം, രണ്ടാമതായി ഒരു പാമ്പാടി കോളേജിൽ മറ്റൊരു കുട്ടിയുടെ മരണം, അതിലെ അന്വേഷണം മുഴുവൻ പാളിയ സാഹചര്യം. അവിടെയൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ എല്ലാ സാവകാശത്തോടെയും എല്ലാ സുരക്ഷയോടെയും പോവുകയാണ്. ജ്യോതി, ഇവിടെ അപ്പോൾ ഈ സമരം മുഴുവൻ ഇങ്ങോട്ടേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. 10 ഏക്കർ എടുക്കണോ വേണ്ടയോ, പ്രിൻസിപ്പലിനെ പുറത്താക്കണോ വേണ്ടയോ, ഇതിലാണ് നിൽക്കുന്നത്. അല്ല, ശ്രീ വേണു പറഞ്ഞു വരുന്നത് ഈ സമരം വേണ്ടെന്നും. അങ്ങനെയല്ല, ഒരു സ്ഥലത്തേക്ക് മാത്രം അത് കേന്ദ്രീകരിക്കാം. അല്ല, ഒരു സ്ഥലത്തേക്ക് മാത്രമല്ല. നെഹ്റു കോളേജിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ നടക്കും? തീർച്ചയായിട്ടും നെഹ്റു കോളേജ് ജിഷ്ണു പ്രണോയിയുടെ അന്വേഷണം ആകെ അലങ്കോലമായിരിക്കും. ഞാൻ പറഞ്ഞത് ആ വിഷയം ഇന്നിപ്പോ മാതൃഭൂമി ചാനൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലോ അക്കാഡമി ലോ കോളേജിന്റെയും അതുപോലെ തന്നെ പാമ്പാടി കോളേജിന്റെ ഉൾപ്പെടെ ഒരേ സമയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കോളേജിനെ സംബന്ധിച്ച് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ കോളേജിനെ സംബന്ധിച്ച് റിപ്പോർട്ട് എൻ്റെ സഹപ്രവർത്തകരാണ് പോയിരിക്കുന്നത് 9 പേർ. അതുകൊണ്ട് തന്നെ എനിക്ക് അവരിൽ വിശ്വാസമുണ്ട്. അവരുടെ റിപ്പോർട്ട് വന്നിട്ട് അത് ഈ കുട്ടികൾക്ക് അനുകൂലമല്ലെങ്കിൽ അവിടെ സിൻഡിക്കേറ്റിന് അതിനെ ഓവർറൂൾ ചെയ്യാൻ അവകാശമുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ തെളിവുകൾ ഹാജരാക്കുമല്ലോ, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി. ജ്യോതി, ഇതിലെ ഒന്നാമത്തെ പ്രശ്നം ഈ ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്ന് തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് അതൊരു പൊതുവായ ആവശ്യമായി എടുത്തുകൊണ്ട് ഈ മേഖലയിൽ ഒരു ഓംബുഡ്സ്മാനെ കൊണ്ടുവരിക എന്നൊരു ആലോചനയാണ് വരുന്നത്. കാരണം ഹരിചന്ദ്രൻ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പോംവഴിയാണത്. അത് മൊത്തത്തിൽ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചാണ്. ഇവിടെ കുട്ടികൾ പറയുന്നത് 1-2 വിഷയങ്ങൾ. അങ്ങനെ ഒരു ഓംബുഡ്സ്മാൻ വരികയാണ്, പിന്നെ പ്രിൻസിപ്പലിനെ പ്രിൻസിപ്പലിനെ സംബന്ധിച്ച് അത് മാത്രമല്ല പരാതി. ഞാൻ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണനിലേക്ക് പോയതിനു ശേഷം വരാം. മാം, താങ്കൾക്ക് തുടരാം. അല്ലെങ്കിൽ സമയക്കുറവ് മൂലം ഇനി എനിക്ക് സംസാരിക്കാൻ സമയമുണ്ടോ? അങ്ങ് പറഞ്ഞോളൂ. അതായത് എൻ്റെ ചോദ്യത്തിന് ഇപ്പോഴും മറുപടി കിട്ടിയില്ല. ജിഷ്ണു എന്ന് പറയുന്ന കുഞ്ഞ് ജനുവരി 6-ാം തീയതി മരിക്കുന്നതിന് മുമ്പേ ഈ നാളെ അടുത്ത വർഷം, ഈ വർഷം അവസാനവും ഈ വർഷവും അടുത്ത വർഷവും ഒക്കെ ആയിട്ട് എൻറോൾ ചെയ്ത് വക്കീലന്മാരാവേണ്ട കുട്ടികൾ രേഖാമൂലം എവിടെയെങ്കിലും പരാതി ജനുവരി 6-ന് മുമ്പേ കൊടുത്തോ? മറ്റേ എന്താണ് ജ്യോതികുമാർ വാഴക്കാലയുടെ കംപ്ലൈൻറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കും. അത് രണ്ടാമത്. ഈ കുട്ടികൾ നമ്മളിപ്പം ഈ ജ്യോതികുമാർ 2012 പരാതി കൊടുത്തതിൻ്റെ ബേസിസിലുള്ള സമരമല്ലല്ലോ ഇത്. ഈ സമരം വരുന്നത് ഈ കുട്ടികളുടെ കാര്യമല്ലേ? ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇവർ നാളെ വക്കീലന്മാരാവാനായിട്ട്, മറ്റന്നാൾ വക്കീലന്മാരാവാനായിട്ടുള്ള കുട്ടികൾ ഈ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ എവിടെയെങ്കിലും കൊടുത്തോ? യൂണിവേഴ്സിറ്റിയിൽ ഒരു റിട്ടേൺ വൈസ് ചാൻസലർക്കോ അല്ലെങ്കിൽ രജിസ്ട്രാർക്കോ ആർക്കെങ്കിലും ഒരു കംപ്ലയിൻറ്റ് എഴുതി അയച്ചിട്ടുണ്ടോ? ആ ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ കിട്ടിയിട്ടില്ല. അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ, പക്ഷേ അതിന്റെ ഇപ്പൊ പാമ്പാടി കോളേജിന് ശേഷമാണെങ്കിൽ പോലും ഒരു പരാതി ഉണ്ട്. VC-ക്ക് പരാതി പോയിട്ടുണ്ട്. അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ, VC-ക്ക് പരാതി പോയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 250ഓളം പേർ ഒപ്പിട്ട ഒരു ഹർജിയും പോയിട്ട്, ഒരു നിവേദനവും പോയിട്ടുണ്ട്. സമരം തുടങ്ങുന്നതിന് മുമ്പേ വേണോ സമരം നമ്മൾ തുടങ്ങുന്നത് എപ്പോഴാണ്? നമ്മൾ ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ഒരു ഗ്രീവൻസ് എവിടെയെങ്കിലും റേസ് ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു റെമഡി വരാതെ വരുമ്പോഴല്ലേ സമരത്തിന്റെ പ്രസക്തി വരുന്നുള്ളൂ. അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മാമിന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാനുള്ള കൗതുകം എനിക്കുണ്ട്. ഞാൻ പറയാം. SFIയുടെ ഈ ലോ അക്കാദമി ലോ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറിയാണ് ഹരിചന്ദൻ. ഹരിചന്ദൻ മറുപടി പറയും. 2016 ജൂൺ 14-ാം തീയതി SFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിൽ ഉടനീളമുള്ള കലാലയങ്ങൾ, യൂണിറ്റ് കമ്മിറ്റിയുള്ള കലാലയങ്ങളിലെല്ലാം അവിടുത്തെ തനത് വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് SFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം അതത് കോളേജുകളുടെ അധികാരികൾക്ക് ഒരു അവകാശ പത്രിക എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന ഒരു ജൂൺ 14 നമ്മുടെ അക്കാഡമിക് ഇയറിൻ്റെ ഏറ്റവും തുടക്കത്തിൽ തന്നെ, ഈ വർഷത്തെ ഏറ്റവും തുടക്കത്തിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ 13 അവകാശങ്ങൾ മുൻനിർത്തിക്കൊണ്ട് SFI കേരള ലോ അക്കാഡമി ലോ കോളേജ് യൂണിറ്റ് ബഹുമാനപ്പെട്ട ലക്ഷ്മി നായർ മാഡം മുൻപാകെ കൊടുത്ത പരാതിയുടെ കോപ്പി മാമിൻ്റെ ഇമെയിൽ അഡ്രസ്സോ അല്ലെങ്കിൽ ബാക്കി ഡീറ്റെയിൽസോ അറിയുകയാണെങ്കിൽ ഞാൻ മെയിൽ ചെയ്തത്.
അതിനകത്ത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന 13 അവകാശങ്ങൾ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഈ പറഞ്ഞ വിദ്യാർത്ഥികളുടെ സംഘടനാ സ്വാതന്ത്ര്യം. വിദ്യാർത്ഥികൾ ഞാൻ പറയട്ടെ, ഞാൻ മുഴുവനാക്കട്ടെ. വിദ്യാർത്ഥികളുടെ സംഘടനാ സ്വാതന്ത്ര്യം, അവരുടെ ക്യാമ്പസിലെ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ഈ പറയുന്ന മൂഡ് കോർട്ട് അടക്കമുള്ള ആൾക്കാരുടെ സംഘടനാ സ്വാതന്ത്ര്യം, ഇത്തരത്തിൽ അവരുടെ ഈ പറയുന്ന ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന എല്ലാ വിഷയങ്ങളും 8 മാസങ്ങൾക്ക് മുമ്പ് ഉന്നയിച്ച ആൾക്കാരാണ്. അതിന്റെ പേരിൽ പല നടപടികളും നേരിടേണ്ടി വന്ന ഒരാളും കൂടെയാണ് ഞാൻ. ശരി, അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ. അതെ, അല്ല അങ്ങനെ ഒരു പരാതി നമ്മളിപ്പം എനിക്ക് വേണുവിനെതിരെ ഒരു പരാതി ഉണ്ടെങ്കിൽ ഞാൻ വേണുവിനല്ല പരാതി കൊണ്ട് തരേണ്ടത്. വേണു ആരോട് അക്കൗണ്ടബിൾ ആണ് ആ ആൾക്കാണ് ഞാൻ പരാതി കൊണ്ട് കൊടുക്കേണ്ടത്. അത് കോമൺ സെൻസ് ആണ്, അത് ലോ സ്റ്റുഡൻസിന് അറിയേണ്ടതാണ്. കുറച്ചു നേരത്തെ മാം പറഞ്ഞ ഡയറക്ടർ ബോർഡ് അംഗമാണ് നാരായൺ സാറിന്, സാറിന് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നാണ് കുറച്ചു നേരത്തെ മാം ചോദിച്ചത്. അവരുടെ ഡയറക്ടർക്ക് കൊടുക്കാം, ഡയറക്ടർക്ക് കൊടുത്തു. ഞങ്ങൾ അഡ്രസ് ചെയ്തിരിക്കുന്ന അവിടുത്തെ ഡയറക്ടർ, അവിടുത്തെ മാനേജ്മെന്റിനെയാണ്. വല്ല കൊടുത്തോ? ഡയറക്ടർക്ക് കൊടുത്തോ? കൊടുത്തതിന്റെ തെളിവാണ്, കൊടുത്തതിന്റെ കാര്യമാണ് പറയുന്നത്. അതെ, ആ കൊടുത്തതിനകത്ത് അവരൊന്നും നടപടിയൊന്നും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പരാതി. അവർ നടപടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് കഴിഞ്ഞ 15 ദിവസമായിട്ട് അല്ല, കൊടുത്തതിന് ഇത് ഡയറക്ടർ ബോർഡ് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പരാതി. മോഹൻലാലോട് പറഞ്ഞ ഡയലോഗാണ് ഞാനും സുഭദ്രയും അപ്പനുമാണ് എന്ന അവസ്ഥയിലാണ് അവിടുത്തെ ഡയറക്ടർ ബോർഡ്. അതുകൊണ്ട് ഡയറക്ടർ ബോർഡിനെ വിശ്വാസത്തിലെടുക്കാൻ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും സാധ്യമല്ല. അത് മാഡം മനസ്സിലാക്കണം. അല്ലേ, ആ ഡയറക്ടർ ബോർഡ് വിടൂ. ആ ഡയറക്ടർ ബോർഡ് വന്നിട്ട് യൂണിവേഴ്സിറ്റിക്ക് അക്കൗണ്ടബിൾ യൂണിവേഴ്സിറ്റിയിലെ പരാതിയെ കുറിച്ച് ഡയറക്ടർ ബോർഡ് വന്നിട്ട് യൂണിവേഴ്സിറ്റിക്ക് അക്കൗണ്ടബിൾ ആണല്ലോ. ആ ഡയറക്ടർ ബോർഡ് എന്ന് പറയുന്നത് അവസാന വാക്കൊന്നുമല്ല. യൂണിവേഴ്സിറ്റിക്ക് കൊടുത്ത പരാതിയെ പറ്റിയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സാറ് പറഞ്ഞത്. അതിനെപ്പറ്റി എന്താണ് മറുപടി? അത് വിടാനാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ കൊടുത്ത പരാതി ഇത് വിടാനാണ് പറയുന്നത്. നിങ്ങൾ ഓരോന്ന് വിട്ടുകൊണ്ടിരിക്കുകയാണ്. രജിസ്ട്രാർക്കോ ഒരു കംപ്ലൈന്റ് സമരത്തിന് മുമ്പേ കൊടുത്തോ? ഇനിയിപ്പോ ആർക്കൊക്കെ കൊടുത്തെന്ന് അറിയണം. പോലീസ് സ്റ്റേഷനിൽ പരാതി ഫയൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവർക്കെതിരെ മാതൃഭൂമിയിൽ 2006 വന്ന ഒരു ന്യൂസ്, മാതൃഭൂമി ദിനപത്രത്തിൽ 2006 വന്ന ഒരു ന്യൂസാണ് ഇത് കാണിക്കുന്നത്. 2006 ഈ ലക്ഷ്മി നായർ, അതെ, അന്ന് തൊട്ട് ഇവർക്കെതിരെ ഈ ഇന്റേണൽ അസസ്മെന്റിന്റെ പേരിലും വിദ്യാർത്ഥികളുടെ പീഡനത്തിന്റെ പേരിലും പരാതി നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനുശേഷമാണ് അവർ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാണ്, ദീർഘകാലമായി പരാതികളുണ്ട് ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ. പ്രിൻസിപ്പലിനെ മാറ്റുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നെങ്കിൽ 2006 ഈ പറയുന്ന ലക്ഷ്മി നായർക്കെതിരെ ഒരു പരാതി വരേണ്ടതില്ല. കാരണം 2009 അവർ പ്രിൻസിപ്പൽ ആകുന്നത്. പക്ഷേ പ്രശ്നം അപ്പോഴൊക്കെയും ഇത് അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്നു. അത് ആദ്യമായി അങ്ങനെ ചെയ്യുന്നത് 15 ദിവസത്തെ ഒരു സമരത്തിന്റെ ഭാഗമായിട്ടാണ്, നിർബന്ധിക്കപ്പെടുകയാണ് ഇതെടുക്കാനായി. എനിക്ക് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇന്റേണൽ മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടാത്ത ഒരു ചോദ്യം മാം എനിക്കൊരു ക്വസ്റ്റ്യൻ താങ്കളോട് ചോദിക്കാനുണ്ട്. ഇന്റേണൽ മാർക്കും അറ്റൻഡൻസും മാറ്റിവെക്കും. ഈ കുട്ടികളെ ജാതിപ്പേര് പറഞ്ഞ് അധിക്ഷേപിക്കുകയും മേത്തൻ, ഈഴവൻ, ചോവൻ എന്ന് പറയുകയും ഈ ദളിത് കുട്ടികളെ മാം കേൾക്കൂ ദളിത് കുട്ടികൾ മാഡം പറയുവാനൊന്ന് അനുവദിക്കൂ. ഞാൻ കേൾക്കാം മാഡം. ദളിത് കുട്ടികളെ അവരുടെ ഹോട്ടലിൽ പണിയെടുപ്പിക്കുകയും ഞാൻ ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞോളൂ മാം. ഞാൻ ഒരു സെക്കൻഡ് പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞോളൂ. ശരി. അതായത് എനിക്കറിയേണ്ടത് നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്, നിങ്ങളുടെ ആവശ്യത്തിന്റെ ഞങ്ങളുടെ പ്രയോറിറ്റി വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥികളുടെയും പ്രയോറിറ്റി അവരെ ഇതെല്ലാം ചെയ്യുന്നത് ഒരാളാണ്. അതാണ് പ്രശ്നം. അപ്പോൾ അതിലൊരു പ്രയോറിറ്റിയുടെ വിഷയം വരുന്നില്ല. ഇതെല്ലാം ഞങ്ങൾക്ക് പ്രശ്നമാണ്. ഞങ്ങളെ സെൽഫ് റെസ്പെക്ടിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും ദളിത് കുട്ടികളെ ഹോട്ടലിൽ പണിയെടുപ്പിക്കുന്നതും നമ്മളൊരു ഇനി ആ കുട്ടിക്ക് എന്താണ് ഈ ദളിത് കുട്ടികളെ ഹോട്ടലിൽ പണിയെടുപ്പിക്കുന്ന കാര്യമൊക്കെ ഇപ്പോഴാണോ പുറത്തു പറയുന്നത്? ഞാനത് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം പ്രൊട്ടസ്റ്റ് ചെയ്യാനും അപ്പം ഒബ്ജക്ഷൻ റേസ് ചെയ്യാനും മനസ്സിലാക്കുന്നില്ല എന്ന് ഞാൻ ഇപ്പോൾ ധരിക്കുന്നു. കേരളത്തിലെ സ്വാശ്രയ കോളേജുകളിൽ ജിഷ്ണുമാരുണ്ടാവുകയാണ്. ഇന്ന് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ക്യാൻസൽ ചെയ്ത ഞാൻ അവിടെ പഠിച്ചതാണല്ലോ. അപ്പോൾ വ്യക്തമായിട്ട് അറിയാലോ. കാലത്ത് ഡയറക്ടർ നാരായണൻ നായർ സാർ ആയിരുന്നു. അത് മാം മറക്കരുത്.
ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഫുൾ അതോറിറ്റി മാം ലക്ഷ്മി മാമിനാണ്. നാരായണൻ നായർ സാർ ഉണ്ടായിരുന്നപ്പോൾ കുട്ടികളുടെയും പെൺകുട്ടികളുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുമായിരുന്നു. ലക്ഷ്മി മാം അതിന് മുതിരുന്നില്ല. ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളോട് വന്ന് സംസാരിക്കാൻ തുനിയുന്നില്ല. ഞങ്ങളുടെ പ്രിൻസിപ്പൾ കാണിക്കുന്ന മാതൃവാത്സര്യത്തിന്റെ മറ്റൊരു രൂപമാണ് മാം കാണിക്കുന്ന അഡ്വക്കേറ്റ് സ്നേഹം. ഡോക്ടർ ലക്ഷ്മി ഈ ഡോക്ടർ ലക്ഷ്മി നായരുടെ എഗൻസ്റ്റ് ആയിട്ടുള്ള പുള്ളിക്കാരിക്കെതിരെയുള്ള ആരോപണങ്ങൾ നമ്മൾ പുള്ളിക്കാരിയുടെ മുമ്പിൽ തന്നെയാണോ അവതരിപ്പിക്കേണ്ടത്? ഇവിടെ ഞാൻ ഇടപെടുകയാണ് ജസ്ലിൻ. ഈ പറയുന്ന നാരായണൻ നായരുടെ അതും അന്നത്തെ കാലത്തും പ്രശ്നങ്ങളുണ്ട്. ഒരു നിമിഷം മാം, അന്നത്തെ കാലത്തും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ പറ്റി ഇപ്പോൾ അവിടുത്തെ പൂർവ്വകാല വിദ്യാർത്ഥി എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു വാചകം ഞാൻ പറയാം. അന്നത്തെ മുദ്രാവാക്യമാണ്: ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, സ്വേച്ഛാധിപതികളൊക്കെ തോറ്റു, എന്നിട്ടിവിടെ ഒരു സ്വേച്ഛാധിപതി ഓലപ്പാമ്പ് കാട്ടി വിരട്ടുന്നേ എന്ന മുദ്രാവാക്യം വിളിച്ചു നീങ്ങിയ SFIക്കാരിൽ ഒരാളായി ഞാനും ഉണ്ടായിരുന്നു. അത് ആർക്കെതിരെയാണ്? നാരായണനെതിരെയാണ്. പക്ഷേ പെൺകുട്ടികൾ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ കഥയും കവിതയൊന്നും എഴുതാൻ അറിയില്ല. അതിന് പകരം ഞാനൊന്ന് പറഞ്ഞോട്ടെ, നാരായണൻ നായർ സാർ ഉണ്ടായിരുന്ന കാലത്ത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളോടും കേരള സമൂഹത്തോടും പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ആത്മരോധനമാണ്. അവർ ഇത്ര നാളും അനുഭവിച്ച പീഡനത്തിന്റെ കഥയാണ് അവർ പറയുന്നത്. ശരി, ഞാൻ ഇടപെടുകയാണ്. എനിക്ക് അതിവേഗം ഒരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് റിപ്പോർട്ട് കിട്ടിയാൽ സർക്കാർ എന്ത് ചെയ്യും? ഇടവേളയ്ക്ക് ശേഷം.